പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകൾ നൽകുന്ന നിരവധി വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധ്യമാണ്. അതിൽ അതിമനോഹരമായ ഒരു വചനമാണ് സൂറത്തുൽ ദുഹയിലെ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന വചനം. ആദ്യമുള്ളതിനേക്കാൾ നിനക്ക് നല്ലത് പിൽക്കാലത്തുള്ളതാണ് എന്നതാണ് ഒരർത്ഥം. ഇഹലോകത്തേക്കാൾ നിനക്ക് നല്ലത് പരലോകമാണ് എന്നതും അർത്ഥമായിട്ട് മുഫസ്സിറുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ദൗത്യവുമായി മക്കയിൽ പ്രവർത്തനം ആരംഭിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വഹയ് നിലക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഭീതിയാകുന്നു. എന്റെ പ്രിയപ്പെട്ട റബ്ബ് എന്നെ കൈവിട്ടോ, എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള പേടി. മറുഭാഗത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ മുഹമ്മദിനെ അവന്റെ റബ്ബ് കൈവിട്ടിരിക്കുന്നു, അവൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സമയത്ത് ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മുഹമ്മദ്, നിന്റെ പിശാച് നിന്നെ ഒഴിവാക്കി എന്നത് എനിക്ക് തോന്നുന്നു, പുതിയ വചനങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പരിഹാസങ്ങൾ എഴുതിവിട്ടപ്പോൾ അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ഖിന്നനായിട്ട് വലിയ ദുഃഖിതനായി കൊണ്ട് മാറുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ മനോഹരമായ വചനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മഞ്ഞുപോലെ പെയ്തിറങ്ങുന്നത്. വദ്ദുഹ, പ്രഭാതത്തിന്റെ വെളിച്ചമാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി അത് ശാന്തമാകുന്ന രാത്രിയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, നിന്നെ കൈവിട്ടിട്ടില്ല, കൈവിടുന്ന പ്രശ്നമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒറ്റ സെന്റൻസിൽ, ഒരൊറ്റ ആയത്തില് അള്ളാഹു പറയാൻ, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആദ്യത്തേനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് അന്ത്യമാണ്, അവസാനമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഒരു കംപ്ലീറ്റ് ഓർഫൻ ആയിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ആരംഭിക്കുന്നത്. ജീവിതത്തിന്റെ തുടക്കകാലത്ത് തന്നെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരില്ലാതെയാകുന്നു. ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ തള്ളിപ്പറയുകയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇതിനപ്പുറം ഒരു കാലം വരാനുണ്ട്. നമ്മളത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. മക്ക വിജയം, ജനങ്ങൾ കൂട്ടം കൂട്ടമായി കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതിനെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന അപാരമായ ആത്മവിശ്വാസം പകരുന്ന വാക്കുകളാണ്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നിനക്ക് ആദ്യത്തേതിനേക്കാൾ നിനക്ക് അന്ത്യമായിരിക്കും ഏറ്റവും നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാകും, ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ എന്ന തലത്തിലേക്ക് പലപ്പോഴും നമ്മളൊക്കെ മാറിയിട്ടുണ്ടാകും. അവിടെയെല്ലാം നമുക്ക് ആത്മവിശ്വാസം പകരുന്ന മനോഹരമായ ഒരു വാചകമാണിത്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നിനക്ക് ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ മികച്ചതായിരിക്കും അവസാനമായി അടുത്ത ഘട്ടത്തിലുള്ള അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം പകരേണ്ട വാചകമായിട്ട് നമുക്കിതിനെ ഉൾക്കൊള്ളുവാൻ സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക രംഗത്ത്, നമ്മുടെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങളുടെ രംഗത്ത്, നമ്മുടെ വ്യത്യസ്തമായ ഇടങ്ങളിലൊക്കെ ധാരാളം കയറ്റിറക്കങ്ങൾ ഉണ്ടാകും. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകർന്ന അതേ ആത്മവിശ്വാസം നമ്മുടെയും ജീവിതത്തിന്റെ കൈമുതലായി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ഈ അധ്യായത്തിലൂടെ, സൂറത്തു ദുഹയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഈ ലോകത്തെ മാത്രം കാര്യമല്ല. നമ്മൾ ഈ ലോകത്ത്, ഇഹലോകത്ത് പ്രയാസപ്പെടുന്ന പല അവസ്ഥകളും ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾക്ക് ഈ ദുനിയാവിനേക്കാൾ, ആദ്യത്തെ ജീവിതത്തിനേക്കാൾ നിങ്ങൾക്ക് ആഖിറത്തിലെ, പരലോകത്തിലെ അവസാനത്തിലുണ്ടാകുന്ന ജീവിതം
പരലോക ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് അപാരമായി അവന്റെ ഉള്ളിലുണ്ടാകുന്ന വലിയ കോൺഫിഡൻസ്, വലിയ ആത്മവിശ്വാസമാണ് അവന്റെ പരലോക ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെയാവേണ്ടതുണ്ട് എന്നതാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്നവരിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.